അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ചെറിയൊരു മിനി ഗെയിമിംഗ് സിസ്റ്റം എന്ന് പറയാൻ പറ്റും. ഇപ്പൊ എല്ലാവർക്കും സമ്മർ വെക്കേഷൻ തുടങ്ങിയിരിക്കുകയാണ്. പലരും ഗെയിം കളിക്കും, പല കാര്യങ്ങളും ചെയ്യും. അപ്പൊ ചെറിയ പിള്ളേർക്ക് ഒരു ചെറിയ ഗെയിം സിസ്റ്റം എന്ന് വെച്ചാൽ വലിയ ഗെയിം സിസ്റ്റത്തിനൊക്കെ കുറെ വിലയാകും. ഒരു 10,000 അങ്ങനെ 25,000 ഒക്കെ ആവുന്ന വിലയിൽ അതിന് കുറഞ്ഞ വിലയിൽ നമ്മൾ ഇന്ന് ചെറിയൊരു വിലയിൽ മേടിച്ചേക്കുന്ന ഒരു മിനി ഗെയിമിംഗ് സിസ്റ്റമാണ് ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ആ മിനി ഗെയിം സിസ്റ്റം ഞാൻ മംഗലാച്ചിയിൽ നിന്നാണ് മേടിച്ചത്. അപ്പം അവിടെ എല്ലാവരും വരണം കേട്ടോ. ഞാനപ്പം ഇത് പ്രൊഡക്റ്റ് എടുത്ത് നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. ലാർജ് സ്ക്രീൻ മിനി ഹെഡ് LED 3 LED ആണ് കേട്ടോ. ഇപ്പം വീഡിയോ ഗെയിമാണ് ഇതിൽ ഇവരെ പറഞ്ഞേക്കുന്നത്. നമ്മുടെ വീഡിയോ ഗെയിമാണ് പറഞ്ഞേക്കുന്നത്. ഇതുണ്ടോ മന്ത്രാജി. ഇതിന് പ്രൈസ് നിൽക്കുന്നത് 890 ആണ്. 890 രൂപയിലാണ് നമ്മളിന്ന് മേടിച്ചേക്കുന്നത്. ഇങ്ങനത്തെ കുറേ പ്രൊഡക്റ്റ് ഉണ്ട്. ഇത് യൂസ് ചെയ്യേണ്ട ഒരു ഇതൊക്കെ ഈ സിസ്റ്റമൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. പിന്നെ പറഞ്ഞേക്കുന്നത് എന്തൊക്കെ ഇതിനകത്ത് എന്തോ ഇതിൽ 400 ഗെയിംസ് ഇതിനകത്ത് തന്നെ ഉണ്ടെന്നൊക്കെ പറഞ്ഞേക്കുന്നത്. ചെറിയ ഇതൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സാധനം അൺബോക്സ് ചെയ്തേക്കാം. നമ്മൾ സാധനം നമ്മൾ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിനകത്താണെങ്കിൽ ഒരു USB ചാർജർ വരുന്നുണ്ട്. പിന്നെ ഒരു ഇത് വരുന്നുണ്ട് നമ്മുടെ ഗെയിമിങ്. അതിനകത്ത് തന്നെ ഒരു നമ്മുടെ ഈ നോക്കിയുടെ ഫോണെ പോലത്തെ ചെറിയൊരു സിം കാർഡല്ല, അല്ലാതെ നമ്മൾ ഈ ബാറ്ററി സ്റ്റോർ ചെയ്യുന്ന പോലത്തെ ഒരെണ്ണം വരുന്നുണ്ട്. പിന്നെ ഇതെല്ലാം പഠിക്കാൻ വേണ്ടി ചെറുതായിട്ടൊരു ബുക്ക് പോലത്തെ ഒരെണ്ണം വരുന്നുണ്ട്. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് ഇത് ഇതിനകത്ത് തന്നെ വെക്കാം നമുക്ക്. എന്നിട്ട് ഇത് അടയ്ക്കുക. പിന്നെ നമ്മുടെ രണ്ടാമത്തെ ഗെയിമിംഗ് സിസ്റ്റത്തിൻ്റെ ഇതാണ് വരുന്നത്. ഇത് നമുക്ക് നല്ല നമ്മൾ ഈ സാധാ കളിക്കുന്ന ഒരു നല്ല ലുക്കുണ്ട് കേട്ടോ സാധനത്തിന്. പിന്നെ ടി വിയിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി ചെറിയൊരു ഇത് വരുന്നുണ്ട്. ഇത് പഴയ ഒരു ഗെയിമിംഗ് സിസ്റ്റമാണ്. അതുകൊണ്ട് നമുക്ക് പഴയ ടി വികളിലെ കേബിളിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് പ്രൊഡക്റ്റ് തന്നേക്കുന്നത്. ഇത് കണക്ട് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു വലിയ മൊബൈൽ പോലെ ഇരിക്കുന്ന ഇതിൽ വോളിയം ഇൻക്രീസ് ചെയ്യാൻ ഡിക്രീസ് ചെയ്യാനുള്ള ഇത് വന്നിട്ടുണ്ട്. അവിടെ തന്നെ ചാർജിങ് പ്ലഗും ഇത് കുത്താനുള്ള പ്ലഗ് വന്നിട്ടുണ്ട്. ഇത് കുത്തിയിട്ട് ഈ രണ്ടെണ്ണം ടി വിയിലേക്ക് കുത്തിക്കഴിഞ്ഞാൽ നമുക്ക് ടി വിയിൽ ഇതിനകത്തുള്ള ഗെയിംസ് കാണാൻ പറ്റും. നമുക്കിത് ഓണാക്കി നോക്കാല്ലേ. ഇത് തിരിച്ചിട്ടുണ്ട്. ഇത് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ സാധനത്തിന് സൗണ്ടൊക്കെ ഉണ്ട്. സൗണ്ട് ഉണ്ട്. ഇതാണ് ഇതിൻ്റെ മാക്സിമം വോളിയം. വോളിയം ഡിക്രീസ് ഇത് ഇവിടെ നിന്നാണ് വോളിയം വരുന്നത്. നമുക്ക് ഏത് ചൈനീസ് ഉണ്ട്, ഇംഗ്ലീഷ് ഭാഷ ഉണ്ട്. നമ്മൾ ചൈനീസ് സെലക്ട് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ബട്ടൺ പിടിച്ച് നിൽക്കുമ്പോൾ നമുക്ക് 400-ലധികം ഗെയിംസ് ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഇപ്പോൾ കുറേ ഗെയിംസ് തന്നെ വരുന്നുണ്ട്. അപ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും ഇതിൽ വേറെ ഗെയിംസ് കളിക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. ഇതിൽ തന്നേക്കുന്ന ഈ ഒരു ഗെയിംസ് തന്നെ ടി വിയിൽ കണക്ട് ചെയ്ത് മാത്രമേ നമുക്ക് കളിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടെ ഇതിൻ്റെ യൂസ് ചെയ്യേണ്ട ഇത് എങ്ങനെയാണെന്നൊക്കെ തന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒരു USB കേബിള് അതൊക്കെ തന്നിട്ടുണ്ട്. ബാറ്ററി ഇതൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ കണ്ടോ ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് ഇവിടെ ഓരോ പാർട്സിൻ്റെ പേരും അതെങ്ങനെ യൂസ് ചെയ്യേണ്ടത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 400-ലധികം ഗെയിംസ് ഉണ്ടെന്നാണ് ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്. പല ഗെയിംസ് ഉണ്ട് ഇതിനകത്ത്. നമുക്ക് എന്തായിരുന്നു ഇത്. പിന്നെ നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ 6 ബട്ടൺ പിടിച്ച് വെക്കുമ്പോൾ അത് ഓഫായി. കണ്ടോ വീണ്ടും പഴയ പോലെ വന്നു. എന്നിട്ട് സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ സെലക്ട് അല്ല, നമ്മൾ സ്റ്റാർട്ട് എന്നാണ് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ചുമ്മാ ഒരു ഗെയിം കൊണ്ട് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ടാങ്ക് എന്ന് പറഞ്ഞാൽ 90 ടാങ്ക് എന്ന് പറഞ്ഞാൽ 30ാമത്തെ ഗെയിമാണ്. അത് സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുണ്ടോ ഗെയിമൊക്കെ ലോഡായി വരുന്നുണ്ട്. നമുക്കിവിടെ 2 പ്ലെയർ എന്ന് പറയുമ്പോൾ സെലക്ട് ചെയ്യാം. നമുക്ക് സെലക്ട് ചെയ്ത് ക്ലിക്കുമ്പോൾ അത് താഴേക്കും. പിന്നെ വീണ്ടും സെലക്ട് ചെയ്ത് ക്ലിക്കുമ്പോൾ അത് മഴ 1 പ്ലെയർ ആണ് 2 പ്ലെയർ ആണോ നമ്മൾ നോക്കുന്നത്. നമുക്ക് 1 പ്ലെയർ തന്നെ കളിച്ച് നോക്കാവേ. 1 പ്ലെയറെ പിടിച്ചിട്ട് സ്റ്റാർട്ട് കൊടുക്കുക. സ്റ്റേജ് 1 വന്നിട്ടുണ്ട്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ശബ്ദം കേട്ട് തുടങ്ങി. ഇതാണ് നമ്മുടെ കളി. കണ്ട കഴിച്ചു. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ഇത് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഇത് വീണ്ടും ഇത് കൊടുക്കാൻ നമ്മൾ വീണ്ടും പഴയ സ്ഥലത്ത് തന്നെ വരും. പിന്നെ ഇംഗ്ലീഷെ പിടിച്ച് സ്റ്റാർട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ കഴിച്ചപ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ട് ഈ സാധനം എന്തിനാണ് വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അനിയത്തിക്കും അനിയനും കൂടെ നിങ്ങളുടെ അനിയത്തി നിങ്ങൾക്ക് നിങ്ങളുടെ അനിയത്തിനും കൂടെ കളിക്കണം എന്നുണ്ടെങ്കിൽ
നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റിലേക്ക് വെച്ചിട്ട് ഇത് ഈ നമ്മുടെ ചാർജിങ് കേബിൾ വന്നേക്കുന്ന അതേ ശരിയിൽ തന്നെ ഈ ഒരു പോർഷനിൽ ഇത് ഇങ്ങോട്ട് കുത്തി വെച്ചേക്കുക. അപ്പോൾ ഇവിടെ ഈ ഒരു സാധനം കണക്ട് ആയിട്ട് പ്രത്യേകിച്ച് ലൈറ്റിങ് ഒന്നും ആവശ്യമില്ല. ഇതിൽ നിന്നുള്ള ബാറ്ററി വെച്ചാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ ഒരു ഗെയിം എടുക്കാം. ഒരു ജാക്കൽ എന്ന് പറഞ്ഞൊരു ഗെയിം എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അത് സ്റ്റാർട്ട് കൊടുത്തേക്കുന്നു. ഇതല്ല 2 പ്ലേയേഴ്സ് വന്നിട്ടുണ്ടോ? 2 പ്ലേയേഴ്സ് അതിലേക്ക് പിടിച്ച് നമ്മൾ ക്ലിക്ക് ഇട്ടുണ്ട്. കണ്ട ഇത് തുടങ്ങി കണ്ട. ഇത് നേരത്തെ ഒന്നൊക്കെ ഒന്നിട്ട് ഇതിലേക്ക് നോക്കണേ. 2 പേര് വരാം. കണ്ട ഇത് ഞാൻ കൺട്രോൾ ചെയ്യുന്നു. ഇത് ഞാൻ കൺട്രോൾ ചെയ്യുന്നതാണ്. പിന്നെ ഇത് ഞാൻ ഇതായാലും കൺട്രോൾ ചെയ്യുന്നു. നിങ്ങൾ അനിയത്തിനൊക്കെ കളിക്കാവുന്ന ഒരു നല്ല പറ്റിയ സാധനം തന്നെ എന്ന് പറയാം. പഴയ കാലത്ത് ഒരു ഇതുപോലെ തന്നെയാണ്. പഴയ ടി വിയിൽ ഇത് കളിച്ച് കാണിക്കാം. ഇതാണ് ഇനി ഇതേ കളിച്ചാണേ. ഇതുണ്ടോ? ഇതേലും നമുക്കിത് ഓപ്ഷനായിട്ട് ചെയ്യാം. കാണിച്ചു തരാം. ഈ ഒരു ബട്ടനെ ഇവിടെ മൂവ് ചെയ്യാൻ നമ്മളത് അവിടെ അണ്ണാക്കിയിട്ടൊരു ബോംബ് നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി മറ്റേ നമ്മൾ ഈ ഒരു ഇവിടെ ഇത് മൂവിങ് ആണേ. മൂവിങ്ങിനായിട്ട് ഉപയോഗിക്കും. നമ്മളിപ്പോൾ വണ്ടി എടുത്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇത് എങ്ങനെ ചെയ്യുന്നതെന്ന്. ഇത് കണ്ടോ? ഇത് വർക്കിങ്ങാണ്. നല്ല അടിപൊളി സാധനം തന്നെയാണ്. ഇതൊന്നും അല്ല ഗൈസ്. ഗെയിമാ ഇംഗ്ലീഷ് കയറിയിട്ട് സ്റ്റാർട്ട് കൊടുത്താൽ 400 അധികം ഗെയിംസ് ഇതിനകത്തുണ്ട്. 400 ഗെയിംസ്. ഇതിൻ്റെ ഓരോ പാർട്സ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. നമ്മുടെ ഇനി ഉപയോഗം കഴിഞ്ഞിട്ട് ഓഫ് അങ്ങനെ ഇരുട്ടാനും തന്നെ പുറകിലേക്ക് ഇരിക്കുക. അവിടെ പറഞ്ഞേക്കുന്നത് ഇത് ഡയറക്ഷൻ കീ ആണ്. ഇതിൽ രണ്ടിലും വന്നേക്കുന്നത് ഇത് ഡയറക്ഷൻ കീസാണ്. പിന്നെ പറഞ്ഞേക്കുന്നത് ഇവിടെ സൗണ്ടിങ് സിസ്റ്റം ഇവിടെ താഴെ തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് കേൾക്കുന്നത് അഡ്ജസ്റ്റ് ചെയ്യാൻ കേട്ടോ. നമ്മൾ തിരിച്ചിട്ട് ഇവിടെ വോളിയം കൊടുത്തിട്ടുണ്ട്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഇത് സെലക്റ്റും ഇത് സ്റ്റാർട്ടുമാണ്. ചെറിയൊരു ഇതിൽ ഇത് എഴുതിയിട്ടുണ്ട്. പിന്നെ എന്തായിരുന്നു പിന്നെ തന്നിരിക്കുന്നത് റീസ്റ്റാർട്ട് എന്നാണ്. 6 അവിടെ കൊടുത്തിരിക്കുന്നത്. R for റീസ്റ്റാർട്ടാണ്. പിന്നെ ഇതിൽ തന്നിരിക്കുന്നത് ഗെയിമിംഗ് കീസാണ്. XAYXABXY. പിന്നെ ഇതിലങ്ങനെ ABXY ഇല്ല. ഇതുപോലെ തന്നെ നമ്മളെ ഇത് കളിക്കുന്ന പോലെയാണ് തന്നേക്കുന്നത്. അപ്പം ഇത് നല്ല സാധനമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും കളിക്കാൻ പറ്റുന്നതാണ്. നമ്മൾ ഒന്നുകൂടെ ഞാൻ ഓണാക്കി കാണിക്കാം. പിടിച്ച് ഓണാക്കുക. സ്റ്റാർട്ട്. ഇത് കണ്ടോ? കണ്ട ഗൈസ് 400 ഗെയിംസ് തന്നേക്കാൻ കറക്റ്റാണ്. ഒറ്റയടി ഞാൻ 400 ഗെയിംസ് എടുത്തു. ഇത് കണ്ടോണേ. അപ്പോൾ നമ്മൾ ഇത് സെലക്ട് എടുത്ത് സ്റ്റാർട്ട് എടുത്തിട്ടുണ്ട്. വർഷത്തെ ഗെയിം ഒന്ന് കളിച്ച് നോക്കാം. സൂപ്പർ ഒരു ഗെയിമാണ് വരുന്നത്. ഇത് നമുക്ക് ഇത് സ്റ്റാർട്ട് കൊടുത്തേക്കാം. കാരണം നമ്മൾ കളിയാണ്. തോറ്റുപോയി. നമുക്കതാണല്ലോ നമ്മുടെ കളി. എന്നിട്ട് നമ്മളെപ്പോഴും തോറ്റു. അപ്പം ഗൈസ് ഈ പ്രൊഡക്റ്റ് എല്ലാവർക്കും കളിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. ഇതിൻ്റെ ബോക്സ് ഇത് പല കളറിൽ തന്നെ ഇവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് മേടിക്കണം. സബ്സ്ക്രൈബ് മൈ ചാനൽ ഗൈസ്. നമ്മൾ കുറേ വീഡിയോസ് ഇടുന്നുണ്ട്. ആരും സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ ഹെൽപ്പ് ചെയ്യണേ.